വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. മക്കളെ, ഓ അച്ഛമ്മേ, എന്താ അച്ഛമ്മേ ഇപ്പൊ സന്തോഷായോ? സന്തോഷായോന്നോ? ഒരുപാട് സന്തോഷായി. മക്കള് വരത്തില്ലെന്നേ അച്ഛമ്മ അങ്ങ് ഒരുപാട് പേടിച്ചു പോയി അറിയോ? അച്ഛമ്മന്റെ അടുത്തല്ലാതെ ആരെടുത്ത് വരാനോ? ഞങ്ങള് അച്ഛമ്മ വിളിച്ച വിളിപ്പുറത്തുണ്ടാവുന്നേ. അതെ അച്ഛമ്മേ, ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്ന് വാശി പിടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അച്ഛമ്മയ്ക്ക് ഞങ്ങളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛമ്മന്റെ ഫോണിന്ന് ഒരു മിസ് കോള് മതി, ഞങ്ങളിങ്ങ് പാഞ്ഞെത്തുന്നേ. അച്ഛമ്മ മക്കളെ ബുദ്ധിമുട്ടിച്ച മക്കളെ. അയ്യോ എന്തോന്ന് അച്ഛമ്മേ, അതൊക്കെ എന്ത് ബുദ്ധിമുട്ട്? ഞങ്ങൾ അച്ഛമ്മനെ കാണാനല്ലേ വന്നേക്കുന്നേ, അത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണോ? അതെന്നെ അച്ഛമ്മേ, ഇങ്ങനൊന്നും പറയില്ലെന്നേ. ഇന്നേ എന്താന്നറിയത്തില്ല, അച്ഛമ്മക്ക് മനസ്സ് നിറഞ്ഞിക്കണ്. ഇനിയിപ്പോ ഇന്ന് എന്നെ കണ്ണടച്ചാലും അച്ഛമ്മക്ക് ഒരു ബേജാറില്ലെന്നേ. അച്ഛമ്മേ ഇങ്ങനെ ഓരോന്നും പറയില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോഴാ ദേഷ്യം വരുന്നേ. അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? സന്തോഷാണെങ്കിൽ അങ്ങ് സന്തോഷിക്കണമെന്നേ, അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഞങ്ങൾക്കത് ഹേർട്ടാവത്തില്ലേ? അതന്നെ അച്ഛമ്മക്കുട്ടി, ഇതേപോലെ ഒരു 100, 150, 200 എന്തിന് 1000 വർഷം അച്ഛമ്മ ഞങ്ങളെ കൂടെ തന്നെ വേണം. അച്ഛമ്മ ഞങ്ങളെ കല്യാണത്തിലുണ്ടാവണം, ഞങ്ങളെ കുട്ടീന്റെ പേരിടൽ ചടങ്ങിലുണ്ടാവണം. അച്ഛമ്മ വേണം ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കൊക്കെ പേരിടാൻ, അല്ലടാ? അല്ല മക്കളെ, മോളെന്തേ? അവളെ അതച്ഛമ്മേ, അവളെ ഫ്രണ്ടേ എന്തോ നോട്ട്സില് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ, അതുകൊണ്ട് ഫോൺ സംസാരിക്കാൻ പോയേക്കുവാ. കുറച്ച് കഴിയുമ്പോ വരും കേട്ടാ. ഓ അത് ശരി. ഇന്നലെ തുടങ്ങിയ നോട്ട്സ് ചോദിക്കലോ, ഇതിലായിട്ടും ഇത് കഴിഞ്ഞില്ലേ? ഇതില് കാര്യമായിട്ട് എന്തോ ഉണ്ട്, നിക്കട്ടോ എല്ലാം നിർത്തി തരാം. എടാ എന്ത് പറ്റി, നീ എന്താ ആലോചിക്കുന്നേ? ഏയ് അതൊന്നുമില്ലടാ, അത് പിന്നെ എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാട്ടോ, ഇവിടെ റേഞ്ച് കിട്ടത്തില്ലല്ലോ. ആ ഓക്കേടാ. അച്ഛമ്മേ ഞാന് ഇപ്പൊ വരാട്ടോ. ശരി കുട്ടു. നീ ഇവിടെ എന്ത് ചെയ്യാ? വന്നിട്ട് അച്ഛമ്മനെ ഒരു നോക്ക് പോലും നോക്കാനുള്ള നേരം നിനക്കില്ല, അത്രയ്ക്കും തമ്പുരാട്ടി ബിസിയാ അല്ലേ? ചെല്ല്. അതിനു മുന്നേ നീ എന്നെ ഓർ വെള്ളം കുടിപ്പിക്കണ്ട കേട്ടാ. നീ ചെല്ല്, ചെന്ന് അച്ഛമ്മനെ കാണ്. അതിനു മുന്നേ കയ്യിലുള്ള ഫോണ് എനിക്ക് തന്നിട്ട് പോ. ഞാൻ നിന്നോട് നിന്റെ ഫോൺ തരാനാ പറഞ്ഞേ, താ. നിന്നോട് ഫോൺ തരാനാ പറഞ്ഞേ. ഡേ പൈങ്കിളി, എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്, മര്യാദയ്ക്ക് ആ ഫോൺ തന്നോ, അതാ നിനക്ക് നല്ലത്. തരാൻ പറഞ്ഞ തരണം, അല്ലാതെ ഇങ്ങനെ സംസാരിച്ച് നിക്കല്ല. എന്റെ നോട്ട് സൈക്കിലേക്ക് ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നിന്റെ ഫ്രണ്ടിനെ നോട്ടും ടെക്സ്റ്റും ഒന്നും അയക്കണ്ട, ഇനി എന്തുണ്ടെങ്കിലേ അത് കോളേജിൽ പോയിട്ട് കൊടുത്താൽ മതി കേട്ടാ.
ആവശ്യക്കാരാര് വിളിച്ചാലും ഞാൻ മറുപടി പറഞ്ഞോളാം. മനസ്സിലായല്ലോ? നിന്നെക്കാളും ഓണം ഉണ്ണവനാ നിന്റെ ചേട്ടൻ. അത് നീ മറക്കണ്ട കേട്ടാ. കിടന്ന് മോങ്ങാണ്ട് അകത്ത് കയറിപ്പോ. എന്റെ ഫോൺ എറിഞ്ഞൊന്നും പൊട്ടിച്ചില്ലല്ലോ. ആവശ്യം വരുമ്പോ ഞാൻ തന്നെ തരും. അതുവരെ തൽക്കാലം ഈ ഫോണേ എന്റെ കയ്യിലിരിക്കട്ടെ. ചെല്ലേ. ഇനി ആരാ നോട്ട്സ് ചോദിച്ചു വിളിക്കണെന്ന് ഞാനൊന്ന് കാണട്ടെ. കുറെ ദിവസായി. എന്ത് നല്ല വ്യൂ ആ. നല്ല പെരുമഴയുള്ള സമയത്ത് ഇവിടെ നിന്ന് കാണുവാണെങ്കിൽ എന്നാ രസമായിരിക്കും. അടുക്കത്തെ വ്യൂ ആയിരിക്കും. ഇവൻ എപ്പോഴാ വന്നേ? ഇവിടെ നിക്കാൻ നല്ല രസമുണ്ടല്ലേ? രസമുണ്ടെങ്കിൽ ഇയാൾ നിന്നോ, ഞാൻ എന്ത് വേണം? ഇങ്ങനെ പറഞ്ഞിട്ട് പോയാലെങ്ങനെ? നിക്ക്. ഓ, എന്താ നിന്റെ പ്രശ്നം? പറഞ്ഞാ പരിഹരിച്ചു തരുമോ? വീണ്ടും പോയി. ഗൗതം, ഇങ്ങനെ പോയാ നീ എങ്ങനെയാടാ അവളൊന്ന് സമാധാനപ്പെടുത്തുന്നേ? ചേച്ചി, ഇത് ജൂലിന്റെ ഫോട്ടോ അല്ലേ? അതെ ഉണ്ണിമോളെ. പിന്നെ ഈ ഫോട്ടോയില് കാണുന്നത് മണിക്കുട്ടൻ ചേട്ടനും ഋഷിയും. പിന്നെ ഈ ഫോട്ടോ അത് മണിക്കുട്ടൻ ചേട്ടനും പൈങ്കിളിയും പിന്നെ ഋഷിയും ജൂലിയും. ഇത് നേരത്തെ കണ്ട ഫോട്ടോ അല്ലേ? അല്ല, ഇതാര്? നമ്മൾ പൈങ്കിളിയോ? അതെ ഉണ്ണിമോളെ, എന്ത് ക്യൂട്ടല്ലേ? സത്യം ചേച്ചി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി മോളുള്ള ഫോട്ടോ നോക്ക്. അല്ല, ഇത് തമ്പുരല്ലേ? അവര് LKG പഠിക്കുമ്പോ എടുത്തതാണേ. രണ്ടുപേരും എന്നാ ക്യൂട്ടാ. എനിക്ക് ഈ ഫോട്ടോ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ രണ്ട് ഫോട്ടോയാ. എന്ത് രസല്ലേ ഇവരെ ചെറുപ്പത്തിൽ കാണാനേ. അതെ ഉണ്ണിമോളെ, എനിക്ക് ഇവരെ LKG ഫോട്ടോ ഉണ്ടല്ലോ, അത് ഒരുപാട് ഇഷ്ടാ. രണ്ടുപേരും അതിൽ കാണാനേ ട്വിൻസുകളെ പോലെ ഇല്ലേ? ആരമ്മ പെറ്റ മക്കളാണേ പറയോ? അല്ല, അപ്പൊ ചേച്ചിന്റെ ഫോട്ടോ ഒന്നില്ലേ? അത് പിന്നെ 2-3 ഫോട്ടോസ് ഉണ്ട്, പക്ഷെ ഇവിടെയല്ല. അത് മണിക്കുട്ടന്റെ വീട്ടിലാ. ഓ, അവരങ്ങോട്ടേക്ക് മാറിയപ്പം അവിടേക്ക് കൊണ്ടുപോയതായിരിക്കല്ലേ? അതെ ഉണ്ണിമോളെ, അതില് ഞാൻ മാത്രല്ല, ഒരു ഫോട്ടോയില് നീയുണ്ട്. അതെ ഉണ്ണിമോളെ, ആ ഫോട്ടോയിലെ ഞാനും നീയും മണിക്കുട്ടനും തമ്പുരും പൈങ്കിളിയും ജൂലിയും ഋഷിയും. ഋഷിയോ? അതേന്നെ, നമ്മളെല്ലാരും കൂടെ ഇവിടെ പണ്ട് അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി വന്നിട്ടുണ്ടായി. ആ സമയത്തെ എല്ലാരും കൂടെ നിർത്തിയിട്ട് ഒരുമിച്ച് ഫോട്ടോ എടുത്തതാ. അല്ല, എന്നിട്ട് ഇങ്ങനൊരു ഫോട്ടോ ഞാൻ കണ്ടതേ ഇല്ലല്ലോ. ഓ, അത് ഞാൻ തന്നെ ഒറ്റ വട്ടാ കണ്ടത്. അത് പിന്നെ പണ്ട് ഇവിടെ ആൽബം ഉണ്ടായിരുന്നു. ആ ആൽബത്തില് ഈ ഫോട്ടോ ഉണ്ടെന്നേ. ഇവിടെ വന്ന സമയത്താ ഞാൻ തന്നെ കാണുന്നത്. ഓ, അത് ശരി. അല്ല ചേച്ചി, ആ ആൽബം ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോന്ന് അറിയത്തില്ല, ചിലപ്പം ഉണ്ടാവേക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്ത് കാണാം. എന്തേ പറഞ്ഞപ്പം കൊതിയാവുന്നുണ്ടോ? അതേന്നെ, ചെറുപ്പത്തില് നമ്മളൊക്കെ എങ്ങനെയാണ് കാണാനേ ഒരു കൗതുകം. അതാ. നിക്ക്, രമ്യാന്റിനോട് ചോദിച്ചു നോക്കാം. കാന്താരേ. ഹലോ, എന്തുണ്ട് വിശേഷം? സച്ചി, ഇതേതാ പുതിയൊരു നാടൻ കോഴി? ഓ, നമ്മളെപ്പോഴും മറന്നിട്ടൊന്നുമില്ലല്ലേ? അതെങ്ങനെ മറക്കാനാ? അല്ല, ഇവളിതെവിടെ പോന്നേ? കാന്താരേ. എത്ര ഐഡി മോളൂസെ കണ്ടിട്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നൂടെ? അത് പിന്നെ ഇങ്ങനെ പോസ്റ്റ് ആക്കല്ലേ, ഒരു ഷെയ്ക്കൻഡ് താന്നേ. ഷെയ്ക്കൻഡോ? ഇപ്പൊ തരട്ടോ. മാമൻ ഇവിടെ ഉണ്ടാവുമ്പോ മാമ എന്തിനാ ഷെയ്ക്കൻഡ് ഒക്കെ കൊടുത്ത് ബുദ്ധിമുട്ടാവുന്നേ? അതെ, മാമ നോക്കിക്കോളേ. അവനെങ്ങാനും ആരോടെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അളിയൻ അങ്ങനൊന്നും ചെയ്യത്തില്ലെന്നേ. അളിയനാ? അല്ല, ഇവനേതാ? അല്ല, ഷെയ്ക്കൻഡ്. ഷെയ്ക്കൻഡ് അല്ലേ? അത് ഞാൻ തരാം അളിയാ. അളിയനോ? നിക്കടി ചക്കരേ, എന്റെ അളിയനൊന്ന് ഷെയ്ക്കൻഡ് കൊടുക്കട്ടെന്നേ. ഓ, ഇവന് ചില്ലറ ഓട്ടൊന്നല്ല. ഓ, മതി മതി.
അങ്ങനെ പെട്ടെന്ന് മതിയാക്കിയല്ലോ എങ്ങനെ അളിയാ? ആശിച്ച് ചോദിച്ച ഷേക്കണ്ടല്ലയോ? അപ്പൊ പിന്നെ അനുഭവിക്കാതെ ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ എനിക്ക് സങ്കടാവില്ലേ? ഓ വിട്ടോ, എന്റെ എല്ലൊടിച്ചെന്റെ കയ്യിൽ തരുമല്ലോ. മതി മതി, ആഗ്രഹക്കെ കഴിഞ്ഞ്. ഇത്ര പെട്ടെന്നോ? ആ പക്ഷെ എന്റെ ആഗ്രഹം കഴിഞ്ഞിട്ടില്ലല്ലോ. എത്ര കാലത്തിന് ശേഷം ഞാൻ എന്റെ അളിയനെ കാണുന്നേ. അപ്പൊ പിന്നെ ഒരു ഡീപ് ഷേക്കൻഡ് അത് മസ്റ്റാ. എന്താ അളിയാ? എന്താ പറ്റിയേ? അയ്യോ സച്ചി, എന്താ പറ്റിയേ? ചോദിക്കുന്ന കേട്ടില്ലേ? എന്താ അളിയാ പറ്റിയേ? അത് ഒന്നുമില്ല, കുളത്തിൽ പിടിച്ചതാ. എന്താ അളിയാ ഇതൊക്കെ നോക്കണ്ടേ? കുളത്തുണ്ടാവുമ്പം സൂക്ഷിക്കണ്ടേ? കുളത്തോ? എന്ത് കുളത്ത്? ഓ അത് പിന്നെ ഒരുപാട് നടന്നോണ്ടേ വയറ് കുളത്തിൽ പിടിച്ചെന്ന് പറഞ്ഞതാ. അത് ശരി. അല്ല കയ്യ് ഒന്നും പറയാനില്ല അളിയാ. നല്ല സോഫ്റ്റ് ബണ്ണ് പോലത്തെ കയ്യ്. അതല്ല കയ്യ്. കൈ ഇവിടെ തന്നെ ഉണ്ടാവും അളിയാ. അളിയ ബാക്കി പറ. അല്ല തമ്പുരോ, ആരേത്? അത് പിന്നെ അവളെ കുറച്ച് ഷൈ ടൈപ്പാ. ഞാൻ പറയാം, ഞാനേ അവളെ മനസ്സിലായി. ആഹാ, ഞാൻ മനസ്സ് കണ്ടപ്പം എന്റെ അളിയനത് മാനത്ത് കണ്ടല്ലോ. അല്ലേലും അളിയന്മാര് തമ്മിലുള്ള കെമിസ്ട്രി അങ്ങനെയാണേ. കെമിസ്ട്രിയോ? ഓ കെമിസ്ട്രി അല്ലടാ, നിന്റെ കയ്യിലെ പിടുത്തം കണ്ടല്ലോ, അറിഞ്ഞൂടെ? പിന്നെ അളിയ എന്തുണ്ട് വിശേഷം? വിശേഷം കൈ വിട്ടിട്ടും പറയാലോ. ഐ എം സോറി അളിയ, അത് അളിയനോടുള്ള കെമിസ്ട്രി കൊണ്ടേ കൈന്റെ കാര്യം ഞാൻ വിട്ടുപോയി. സച്ചി ഇവനെ സൂക്ഷിച്ചോ. മര്യാദയ്ക്ക് തോളത്തിന് കൈ എടുത്തോ. അത് എന്റെ കാന്താരിയായിട്ട് പറ, എന്നാ കേക്കാം. പിന്നെ അളിയ സച്ചി. കൊള്ളാം, നിങ്ങളെ ജോഡി കൊള്ളാം. അല്ല അത് പിന്നെ ഇല്ല പേടിക്കൊന്നും വേണ്ട, വീട്ടിലൊന്നും പറയത്തില്ല, പോരെ? അയ്യോ അതല്ല സച്ചി, അത് പിന്നെ അളിയാ. പെങ്ങളെ, എന്നാ നിങ്ങള് സംസാരിച്ചിട്ട് ഞാനേ ചുമ്മാ ഇതുവഴി പാസ് ചെയ്തപ്പം വന്നേ ഉള്ളൂ. എന്നാലേ ഞാൻ പോയി ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ. ഓക്കെ ബൈ. അയ്യോ അപ്പത്തേക്കും പോവാണോ? ഇനി പോവാണ്ടിരുന്നാലേ ശരിയാവത്തില്ല. അതെന്താ? അത് അളിയാ അതെന്ത് പോക്കാ? ഇപ്പൊ തന്നെ പോണോ? കുറച്ചും കൂടെ. അയ്യോ ഇപ്പൊ തന്നെ ഒരുപാടായി, ഇനി ആയാ താങ്ങത്തില്ലെന്നേ. അതുകൊണ്ട് ഞാൻ പോട്ടെ, പുറത്തെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഓ അളിയ ഡോണ്ട് വെറി. അളിയ എപ്പോ കാണുന്നു പറ, ഞാൻ പറന്നെത്തുന്നേ. പിന്നെ ഇനി ഈ ജന്മത്തിൽ കാണൂലടാ. അളിയോയ് അത് വിധി ഉണ്ടെങ്കിൽ പിന്നെയും കാണാം. ഓക്കെ എന്നാ ഞാൻ പോവാട്ടോ. ഇങ്ങനെ പോയാലെങ്ങനെ അളിയാ? ഒരു ഷെയ്ക്കിന്റെ ഒക്കെ തന്നിട്ട്. എന്റെ പൊന്നോ, ആളെ വിട്ടേക്ക്. അല്ല ഇവനെവിടെ പോയി? അളിയൻ പോയി മുത്തേ. പോയില്ല, അവനെ പായിപ്പിച്ചെന്ന് പറ. ഹലോ, how are you? I am not fine. Why പിങ്കി? എന്താ പറയുന്നേ?
ഫോണ് ചേട്ടന്റെ കയ്യിലാണോ? പറഞ്ഞിട്ടെന്താ കാര്യം? ഡ്രീമിൽ വരുന്ന നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാ നേരില് വരട്ടെ. എങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ? ബഹളം കേട്ട് ആരെങ്കിലും വന്നാലുണ്ടല്ലോ. എന്തേ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് വേണമെങ്കിൽ എന്നെ കാണാണ്ടിരിക്കാം, പക്ഷേ എനിക്ക് പറ്റത്തില്ല. അതാ ഇങ്ങ് പാഞ്ഞു പോന്നേ. ഇതുവരെ ആരും കണ്ടിട്ടില്ല, കണ്ടാലും പ്രശ്നമൊന്നുമില്ല. ഞാന് എന്റെ പെണ്ണിനല്ലേ കാണാൻ വന്നിരിക്കുന്നേ. അത് അറിയുമ്പോഴല്ലേ, അപ്പൊ നോക്കാന്നേ. നീ എങ്ങനെ പേടിച്ചില്ല എങ്ങനെ പിങ്കി? കണ്ട നീ ആദ്യം ഇങ്ങനെ പേടിക്കുന്നത് നിർത്ത്. അങ്ങനെ എന്താ ഇവിടെ നടക്കണേന്ന് എനിക്കും കാണണല്ലോ. അല്ല നിന്റെ ഫോണ് അവനെന്തിനാ മേടിച്ചു വെച്ചേക്കുന്നേ? എടി എന്തോന്നത്? ഇതും ക്യൂട്ടായിട്ടുണ്ട്. പിങ്കി നീ ആദ്യം ഇങ്ങനെ പേടിക്കാൻ നിർത്ത്. കണ്ടാലല്ലേ? കാണുമ്പം അവനോടെ ഞാൻ സംസാരിച്ചോളാം. നീ പേടിക്കാണ്ടിരിക്കേ, ഞാനില്ലേ നിന്റെ കൂടെ. പിന്നെന്താ നോക്ക്, നീ പറയണതും നിന്റെ പേടിയും നിന്റെ വിഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കരുതി ഞാനൊരു മനുഷ്യനല്ലേ. ഞാൻ ഇന്നലെ എത്ര വട്ടം നിന്നെ വിളിച്ചെന്നറിയോ? കോള് കിട്ടാഞ്ഞിട്ട് ആ കൂടെ ടെൻഷൻ അടിച്ച് പരക്കം പാഞ്ഞ് പോന്നതാ. അപ്പൊ പിന്നെ കണ്ടിട്ട് ഒരു 2 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പക്ഷേയില്ല. അഥവാ മണിക്കുട്ടൻ അറിയാണെങ്കിലേ അവൻ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഞാനില്ലേ നിന്റെ കൂടെ. പിന്നെ നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ? അങ്ങനൊന്നും നടക്കത്തില്ലെന്നേ. ഈ ജിമിനെ ഈ പൈങ്കിളിനെ കെട്ടുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചേട്ടൻ മണിക്കുട്ടന്റെയും നിന്റെ ഫാമിലിന്റെയും പൂർണ്ണ സമ്മതത്തോടെ ആയിരിക്കും. ഇത് ജിമിന്റെ വാക്കാ. ഏതാണോ ഋഷിന്റെ റൂമ്? അവനും അവന്റെ അമ്മയും തമ്മിലുള്ള ബോണ്ടിങ് എന്ത് ക്യൂട്ടാ. അമ്മനെ പോലെ തന്നെ അമ്മന്റെ മോനും എന്ത് ലോയലാന്നറിയോ? അതിങ്ങനെ ഇല്ലാണ്ടിരിക്കും. അമ്മന്റെ മോനല്ലേ? അല്ല ഇവരിവിടെ ഉണ്ടായിരുന്നോ? എന്തായിട്ടാണോ ഒന്നും മിണ്ടാതിരുന്നേ? ഇതെന്താ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രോയിങ്? ഹേ ബേബ്. ഓ തുടങ്ങി. ഞാൻ പോവാ. എങ്ങനെ പോയാലെങ്ങനെ? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന്. പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ വിളിച്ചു ഉറപ്പിക്കുന്നേ? അതിൽ നിനക്ക് എന്ത് സന്തോഷം കിട്ടുന്നേ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഓ അല്ല വീണേച്ചിനെവിടെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ വീണേച്ചിനെ തേടി ഇങ്ങോട്ടേക്ക് വന്നതാ. ഞാൻ കരുതി ഇവിടെ ഉണ്ടാവുന്ന്. ഹേയ് കണ്ടില്ല. ചിലപ്പം അമ്മന്റെ കൂടെങ്ങാനും പോയതായിരിക്കും. ഓ അത് ശരി, എന്നാ ഓക്കെ. അല്ല ഈ ബാക്കിൽ കാണുന്ന ഡ്രോയിങ്? ഓ അതോ, അത് ഞാൻ വരച്ചതാ. എന്തേ ഇഷ്ടായോ? ആ ഇഷ്ടായി. പക്ഷെ ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല ഒരു ചിറക് മാത്രം ഒന്ന് പൊടിഞ്ഞു പോയ പോലെ.
അത് ചുമ്മാ ഒരു ഹരത്തിന് വരച്ചതാ. എല്ലാരും വരയ്ക്കുന്ന പോലെ വരച്ച ഹരം കാണത്തില്ലല്ലോ, അതാ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വരച്ചേ. ഓ, അപ്പൊ നിനക്ക് ഈ ഭ്രാന്ത് ഇപ്പൊ തുടങ്ങിയതൊന്നല്ലേ? അത് പണ്ട് മുതലേ കൂടെ പിറന്നതാ. എനിവേ ഡ്രോയിങ് നന്നായിട്ടുണ്ട്. അപ്പോ അത് വരച്ച ആർട്ടിസ്റ്റോ? തുടങ്ങി, ഞാൻ പോന്നേ. ഹായ് മണിക്കുട്ടാ. ജിമിൻ, നീ എന്താ ഇവിടെ? അല്ല, നീ എങ്ങനെ? അത് പിന്നെ ചുമ്മാ പിങ്കിനെ കാണാൻ വേണ്ടി വന്നതാ. എന്താ ജിമിൻ പറയുന്നേ? അവളെന്തിനാ നീ കാണുന്നേ? അത് ചുമ്മാ കാണാൻ തോന്നിയപ്പം വന്നതാ. കൂളളിയാ? അളിയനോ? അല്ല, ഇവിടെ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുമ്പം അളിയാന്നൊക്കെയല്ലേ യൂസ് ചെയ്യാറ്, അതാ. അല്ല അളിയാ, മോകന്തിനാ എത്ര പഠിപ്പിച്ച് പഠിക്കുന്നേ? ഓ, ഞാനേ പിങ്കിനെ കാണാൻ വന്നെന്ന് പറഞ്ഞോണ്ടായിരിക്കും അല്ലേ? ഞാനേ അവളെ കാണാനാ വന്നത്, ബട്ട് അവളടുത്തുനിന്ന് നോട്ട് മേടിക്കാനാ. അതായത് എന്റെ സാറ അവളെ കൂടെയല്ലേ പഠിക്കുന്നേ, അതാ. നോട്ട് മേടിക്കാനോ? ഒരു നോട്ട്സ് മേടിക്കാനാണോ ഇത്രയും ദൂരം വന്നേ? പിന്നെ വരാണ്ട്, ഈ വരുന്ന വീക്ക് അവർക്ക് മോഡൽ എക്സാം ഇല്ലേ. എന്റെ സാറയാണെങ്കിൽ ഒരു 2 ആഴ്ച അടുപ്പിച്ച് ലീവ് ആക്കിയതാണല്ലോ. അപ്പൊ പിന്നെ അവക്കാണെങ്കിൽ ക്ലാസ്സിൽ അങ്ങനെ ആരും പരിചയമില്ല. ആ കൂടെ പരിചയമുള്ളത് ദേ പയങ്കിളിനെയാ. അപ്പൊ പിന്നെ അവളോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞിട്ടെ സാറ് പറഞ്ഞു വെച്ചതാ. പിന്നെ ആളിയനാണെങ്കിൽ പയങ്കിളിന്റെ ഫോൺ മേടിച്ചു വെച്ചിരിക്കുമല്ലേ, അപ്പൊ പിന്നെ കോണ്ടാക്ട് ചെയ്യാനും പറ്റത്തില്ലല്ലോ, അതാ ഇങ്ങ പോന്നേ. അപ്പോ അവളെ നോട്ട്സ് ചോദിച്ച് വിളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞത് സാറയാണോ? ഇതറിയാണ്ട് ഞാൻ അവളെ. അല്ല, എന്നിട്ട് നോട്ട്സ് കിട്ടിയോ? ഓ, കിട്ടി കിട്ടി. തമ്പുരിന്റെ കയ്യിൽ നിന്ന് പയങ്കിളി മേടിച്ചു തന്നായിരുന്നു. അല്ല, അവളെ ഫോണ് എന്തിനാ മേടിച്ചു വെച്ചേ? അത് പിന്നെ 2-3 ദിവസമായിട്ട് അവളെ ഫോൺ എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതാ സർവീസിന് കൊടുക്കാലെന്ന് വിചാരിച്ച് മേടിച്ചതാ. ഓ ഓ, അത് ശരി. എന്തായാലും ഒരാഴ്ചന്റെ ഉള്ളിലെ മോഡൽ എക്സാമാ വരാൻ പോണത്. സോ ഫോൺ സർവീസിനൊക്കെ കൊടുത്തിട്ടെ പെട്ടെന്ന് അവളെ കയ്യിൽ ഏൽപ്പിക്കാൻ നോക്ക്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അപ്പൊ ശരി, എന്നാ ഓക്കെ അളിയാ, ഞാനേ. ആയിക്കോട്ടെ. പിങ്കി, ഇവൻ എന്തിനാ ഇപ്പൊ അവളെ വിളിക്കുന്നേ? പിങ്കി, അളിയാ ഞാൻ വിളിച്ചട്ടെ കേക്കുന്നില്ലെന്നാ തോന്നുന്നേ. അളിയൻ തന്നെ ഒന്ന് വിളിച്ചേ. അതെന്തിനാ? അല്ല, ഞാൻ പോവല്ലേ, അപ്പോ അവളോട് പറയാണ്ട് പോയാ അത് മോശല്ലേ, അതാണേ. അളിയനൊന്ന് വിളിക്കേ. ജിമിന് എങ്ങനെയൊന്നായിരുന്നില്ലല്ലോ, ആരോടും ഒന്ന് നേരെ ചോ പോലും സംസാരിക്കത്തില്ല. ഇപ്പൊ എന്താ ഇവനെ എങ്ങനെയൊക്കെ പെരുമാറുന്നേ? വിളിക്കാളിയാ. അത് ജിമിന് പോവാത്രേ, അതാ നിന്നോട് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ച് വിളിക്കാൻ പറഞ്ഞതാ. പോയിട്ട് വരട്ടെ. ഐ മിസ് യു. പോവാനേ, മിസ് യു ടു പറ. പറയുന്നേ, ഐ ലവ് യു അല്ലേ പറയാൻ പറഞ്ഞേ, ജസ്റ്റ് ഒരു മിസ് യു അല്ലേ, അതുപോലും പറയത്തില്ലേ? എന്തേ നിന്റെ ചേട്ടനോട് പറഞ്ഞ് പറയിപ്പിച്ചാ പറയോ? എന്തേ യാത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? അകത്ത് പോ. ഇനി എന്താ യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്നാ ഓക്കെ അളിയാ, നൈസ് ടു മീറ്റ് യു.